ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇപ്പം ഇന്ന് ചിങ്ങ ഒന്നാം തീയതിയായി. എന്താണ് 1-ാം തീയതി? അപ്പം നമുക്ക് 2 ദിവസമായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് 2 ദിവസമായി. ഇന്ന് പിള്ളേർ രാവിലെ എണീറ്റ്, രാത്രി ഇന്നലെ നേരത്തെ ഇറക്കി ഉറച്ചു, എന്നിട്ട് രാവിലെ ഉറപ്പ് എണീറ്റ്. രാവിലെ കാശിക്ക് ദോശ, പുട്ടിൻ്റെ മാവിരിപ്പുണ്ട്, ഉപ്മാവും റവയും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പുട്ടാക്കുന്ന പറയണ്ട, ഒന്നി നൂഡിൽസ് വേണം, അല്ലെങ്കിൽ എന്തുവാ ദോശ വേണം. അങ്ങനെ പിള്ളേർക്കുള്ളത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ അരി കഴിഞ്ഞ് അടുപ്പിച്ചിട്ട് ഇങ്ങനെ പനി ഒരുവിധം കഴിയും. ഗോപു നേരത്തെ എണീച്ച്, കാശ് എണീച്ചിട്ട് ഒരാൾ ഫോണിൻ്റെ താഴെ എണീറ്റ് ഫോണിലേക്ക് തട്ടുന്നു. പിള്ളേരെ എണീറ്റിട്ട് ഗോപുവിനെ വിളിച്ച് എണീപ്പിച്ചാൽ ചേർത്ത് എണീറ്റ് നാളെ കൂടെ നേരത്തെ എണീക്കുന്നതാണോ? രാവിലെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് സെറ്റ് ആകാറുണ്ട്. അവിടെ ഗോപു തിരി മറ്റേ ഇതിട്ടൂടാ, ഈ വീട്ടിലിട്ടൂടാ. ഇപ്പൊ വിളക്ക് തിരി വാങ്ങണമല്ലോ. ഇവിടെ വിളക്ക് വെച്ചോണ്ടിരുന്നത് മറ്റേ പഞ്ഞി ഉണ്ടല്ലോ, അത് ചുരുട്ടിയിട്ടായിരുന്നു. അപ്പം ഗോപുവിൻ്റെ അടുത്ത് ഇറങ്ങി പറഞ്ഞു അങ്ങനെ പഞ്ഞി ചുരുട്ടിയിട്ട് വെച്ചുകൂടാന്ന്. പഞ്ഞി തിരിയാക്കിയിട്ട് തിരി മേടിച്ച് തന്നെ ചെയ്യണമെന്ന്. എന്തൊക്കെയാണോ ഓരോരോ വിശ്വാസങ്ങൾ. രാവിലെ ഇന്നലെ രാത്രി എന്നെല്ലാം കഴിഞ്ഞൊക്കെ വെച്ചുകൊണ്ടിട്ട് ഇങ്ങനെ വലിയ പണിയില്ല. അപ്പം ശീത അടുപ്പത്തൊക്കെ വെച്ച് സെറ്റായിട്ടൊക്കെ കാണാം. രാവിലെ എണീറ്റ് കുരുത്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക ബോഡി ലോഷന. കാലിലെല്ലാം ഇട്ടല്ലേ? ചെല്ലു കുളിച്ചിട്ടോ? ചെല്ലു. കാശിന്റെ ചുണ്ട് മുറിഞ്ഞിരിക്കുക. പല്ല് കേൾക്കണ്ട, വാഴിയാതെ. ആ കയ്യിൽ വെച്ചോണ്ടെങ്കിൽ ശിവനെ നോക്കിക്കോണേ. ശിവനെ പിടിച്ച് വാരി നോക്കുവേ. കറി ഉണ്ടാക്കോ? കോവയ്ക്ക് ഇരിപ്പുണ്ട്. ബീഫ് എപ്പം തണുപ്പ് വേണം. വെജിറ്റബിൾ ആക്കാം. ബ്രഷ് ചെയ്തിട്ടോ കുളിക്കാൻ കയറുന്നു. ഉപ്മാവിനുള്ളതും കൂടെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. ഡോട്ടാങ്കി നല്ല ഫേസ് വാഷ്. ഇല്ലാതെ ഗോകുലൊരു കൂട്ടുകാരൻ ഗോകുലൊരു തരുന്നു. ആ ഗോകുൽ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിക്കല്ലേ? ഞാനാണ് ഉപയോഗിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് പെൻസിൻ്റെ ആണ്, ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ പിങ്ക് കളറാണ്. പക്ഷെ ഓർഡർ തന്നെ ഇതിലെ കളർ ഓറഞ്ചില്ല. എനിക്ക് ഫീൽ ഉണ്ടാവോ വൈദ്യുതി ഫീലോ? അത് നല്ല നിങ്ങൾക്ക് എന്താ വിളിക്കുന്നതിന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. കഴിച്ചത് കണ്ട് കുട്ടീസ് രണ്ടും കുടിച്ചു. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? പിള്ളേർ രണ്ടും കുടിക്കണം. അപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ തട്ടിക്കുടഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ട ഇരിപ്പുണ്ട്, ചപ്പാത്തി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ബാജിക്കറി ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ മതി. എരിപ്പുപണി എരിപ്പുപണി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടായി. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം തീയതി ഇന്നലെ അറിഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയതിന് ശേഷം മാത്രമേ ബാക്കി എന്തോ ഉള്ളൂ.
പ്രവാസ ജീവിതം. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ദുബായിൽ പോയാൽ അമ്പലമൊക്കെ ഉണ്ട്. പക്ഷേ പോകണ കാര്യം പോസിബിൾ അല്ല. നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, പോകാനും വരാനൊക്കെ മെനക്കേടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സൗകര്യം നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനിയിപ്പോൾ എന്താ വണ്ടിയാണ്. ഒരാഴ്ചയും കൂടി ഉള്ളു ഓണത്തിന്. കഴിഞ്ഞ വർഷം നമ്മുടെ മറ്റേ ഫ്ലാറ്റ് വെച്ചിട്ടായിരുന്നു അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടാവും കേട്ടോ, ഗോകുലിൻ്റെ കൂട്ടുകാരെല്ലാവരും ഉണ്ടാവും. അത്തൊക്കെ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അന്നേരത്തെ സിറ്റുവേഷൻ പോലൊക്കെ ചെയ്യാം. ഇവിടെ ഒന്ന് തട്ടിക്കുടങ്ങി വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം നീറ്റാവും. ഇന്നലെ ശിവയ്ക്ക് ഇട്ടുകൊടുത്ത ബെഡിന് അത് മൊത്തം ശിവ മൂത്രമൊഴിച്ച്. അതിപ്പോൾ അത് മൊത്തം കഴുകാനുണ്ട്. എടുത്ത് വെക്കട്ടെ. പിള്ളേരുടെ ദോശയ്ക്ക് കൊണ്ട് 1 മണിക്കൂറായി, ഇതുവരെ വന്നില്ല. മാവ് വാങ്ങാൻ ഓരോരുത്തർ ഞാൻ പറഞ്ഞതാ. എന്താണ് ഇന്നലെ മാവ് വാങ്ങാൻ ഞാൻ? ഞായറാഴ്ച പല സ്ഥാപനങ്ങൾ കിട്ടാൻ നേരമാണ്. ഇവിടെ ഒരു കടയിൽ മാത്രമേ ദോശമാവ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ മാർക്കാൻ സൈഡിൽ പോകണം. ഗോകുലിന് പൊറോട്ട ആക്കി തരും. രാവിലെ ചപ്പാത്തി കഴിക്കില്ല, അതൊന്നും എണീറ്റില്ല. സാധാരണ രാവിലെ എണീറ്റ് പോണതാ, ഇന്ന് പോയില്ല. അരി അതിനിടയ്ക്ക് വെന്ത് ഇനി ഒരു ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അരിയുടെ അരി തീരുമാനോ. പിന്നെ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കിയാൽ എൻ്റെ ഒരുവിധ പണികളെല്ലാം അപ്പോഴത്തേന് കഴിയും. കറി ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നത്. മീൻകറി വെക്കാം. മീൻകറി വെച്ച് മീനും വറുക്കാം. ബീഫ് വെക്കാൻ വേണ്ടി സമയത്തിലെടുക്കും. അതിൻ്റെ ഐസ് പോകാൻ കുറച്ച് പാടാണ്. ഇന്നലെ എടുത്ത് വെളിയിൽ വെക്കാം. ഞാൻ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേനെ എടുത്ത് പുറത്ത് വെക്കും. ഗുഡ് ബോയ് ആയോ. മമ്മി ഇപ്പോൾ കുളിച്ചിട്ട് വരാം. പപ്പയ്ക്ക് ഇത് കൊടുത്തിട്ട് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് വിളക്ക് വെക്കാം കേട്ടോ. ദോശയല്ല, ചപ്പാത്തി, പൊറോട്ട. പിള്ളേർ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. താമസിച്ച് എണീക്കുന്നത് ഭയങ്കര മടിയും മൂഡ് ഓഫും ഒക്കെയാണ്. ഇന്നലെ രാത്രി 9 മണിയായപ്പോൾ എണ്ണീനെ കിടത്തി ഉറക്കി. അതുകൊണ്ട് രാവിലെ 8 മണിയായപ്പോൾ എണീറ്റിന്ന്. അല്ലെങ്കിൽ 11 മണി 12 മണിയൊക്കെ ആവും പിള്ളേർ എണീക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിള്ളേരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുകയും ചെയ്യും. ഡ്രസ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നു. ആ പാലുപ്പിയുടെ ആ നിബിള് കണ്ട ഗോകു പോകാൻ റെഡിയായി. ഞാൻ 2 എണ്ണം തരാം. കുഞ്ഞൊന്ന് താഴെ ഇറങ്ങി. എനിക്ക് പപ്പ ബേബീനെ കൊണ്ടുപോകുമ്പോൾ തോന്നുന്നു. ചെപ്പല്ല, നമുക്കിപ്പോ ദോശ വരും. ചെരുപ്പിട്ട് കൊടുക്കാൻ പാടില്ല. ആ ഗോപിനോട് പോകാൻ വേണ്ടിട്ട് നിൽക്കാൻ തോന്നുന്നു. വന്നിട്ടില്ല. അങ്ങനെ തുറന്ന് ശീലിപ്പിക്കേണ്ട കുഞ്ഞില്ലാത്തപ്പോ ഞാൻ അടുക്കളയിലൊക്കെ ആണെന്ന് തന്നെ തോന്നുന്നു. വിശ്വസിക്കാൻ കുഴപ്പമില്ല. നമ്മൾ നോക്കിയില്ലേ പണി പറ്റിച്ചാണല്ലേ അറിയത്തില്ല. താഴെയാണെങ്കിൽ നിറയെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൻ്റെ അടുത്തെല്ലാം കൈവരിയുണ്ട്. അതിലെ കൂടെ ഒക്കെ പിടിച്ചൊക്കെ ഇറങ്ങി പോയാൽ വീണ് പോയതാ. അവരും കൂടെ ചുറ്റോണ്ട് വരാം. ഇപ്പോൾ കഴിക്കും. ചിഞ്ചോണ എനിക്ക് വരുന്നതിന് വേണ്ടി കുളിച്ചിട്ട് വരാം. നല്ലതാ. എനിക്ക് വേണ്ടാത്ത വല്ലതുണ്ടോ? അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ദോശ കൊണ്ടുവന്നു.
എന്തെടുത്താലും പറഞ്ഞു കൊടുക്കാനുള്ളത്. രാവിലെ അങ്ങനെ തുടങ്ങി കടയിൽ വേറെ ഒന്നുമില്ല. ഞാൻ എന്തെടുക്കുന്നു അത് അന്നേരം വേണം. ഇപ്പൊ അടുത്തേക്ക് പറയും. ഒന്നും അടപ്പിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവരും കൈ കൊടുക്കണം. ആ അതിൽ തന്നെ കൊടുക്കാം. പിള്ളേരുടെ ഓരോരോ രാഷ്ട്രീയമായി. ചില സമയത്ത് ഞാൻ നട്ടം പിരിഞ്ഞു പോകും. ആ കപ്പിരിപ്പുണ്ട്. തുറന്നോ? നിങ്ങൾ തുറന്നു? അതൊന്നും നൈസായിട്ടൊന്നും മേടിക്കുമോ? ഇങ്ങനെയാണോ നൈസ് മേടിക്കുക? അയ്യോ ബാബ, എന്റെ കുട്ടി എന്തിനാ കരയുന്നേ? എന്റെ കുട്ടി എന്തിനാ കരയുന്നേ? ദോശ വെച്ചാ അതിൻ്റെ അല്ലേ? ആശ രാവിലെ ഇറങ്ങി നിൽക്കുക. നിങ്ങള് ഞാനിങ്ങനെ ചെരുപ്പില്ലാത്തല്ലായിരുന്നു വെച്ചിരുന്നത്. ഞാൻ ദോശ വേണമെന്നുണ്ട്. ആ ദോശ ഞാൻ പൊറോട്ട വെച്ച് കൊടുത്തോണ്ടോ? ഇത് പാടാണ്. അവൻ ഗൂഗിളിലൂടെ പൊറോട്ട തുറന്നോ? പിന്നെ ഒരു കഷ്ണോ? ഇതാണോ കഴിച്ചത്? അത് തുറക്കണ്ട. ദോശ 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 പൊന്ന ആ ഫോൺ നോക്കിയത് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ.
കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ആദ്യം നടക്കണം ഉറങ്ങുന്നത്. അതുകൊണ്ടിട്ട് ഞാനത് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. പിള്ളേരെയും തൊഴിയിപ്പിച്ച് ചപ്പാത്തി ആക്കുന്നു. മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയിലൊക്കെ പേടിയായിരുന്നു. ഞാനൊരു കമൻറ്റ് ഉണ്ടതാണ്, മുമ്പൊക്കെ പറഞ്ഞാൽ തീ പേടിയായിരുന്നു. ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയൊക്കെ എടുക്കുന്നത് കൈ കൊണ്ടാണ്. സത്യമാണ്, ചട്ടവത്തിനൊന്നും ആവശ്യമില്ല. ഒമ്പോളമ്മ എൻ്റെ വല്യമ്മച്ചയൊക്കെ എടുക്കുന്ന കാണുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ അറിയും, കൈ പൊള്ളൂല്ലേ, ശീലമില്ലെങ്കിൽ ശീലമായി. ഓരോരോ മാറ്റങ്ങളെ. പിന്നെ നിൻ്റെ എന്തൊക്കെ കറിയാക്കണമെന്നൊരു നിശ്ചയമില്ല. ഇന്നലെ ഞാൻ സാധാരണ ആലോചിച്ച് നോക്കുന്നത് പോലെ ഇത് പോയിട്ടുണ്ട് രണ്ടെണ്ണം. ഫ്രിഡ്ജ് തുറന്ന് വെച്ചേക്കും. അയ്യോ ഞാനൊന്നും കഴിച്ചില്ലല്ലോ പറഞ്ഞ കണക്ക്. സ്മൂത്തി ആക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ തുറന്നേ? അതെ ഇതിന് ലോക്കില്ല, ലോക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായി തുറന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒന്നും എന്തേ കഴിക്കാതെ? ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ മുട്ട ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു 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 വരും. കഴിക്കാൻ സുഖമാണത്. ഭയങ്കര ഓവർ മധുരമൊന്നും ഇല്ലാത്ത. പിടിക്ക് ചപ്പാത്തി കഴിഞ്ഞു പോട്ടെ. എൻ്റെ ചപ്പാത്തി കഴിഞ്ഞു. ഇനിയിപ്പം തേറ്റോ ചേട്ടാന്ന് വിളിക്കുന്നത്. കാശി വിളിക്കുക. കോവയ്ക്ക മെഴുക്കുരട്ടി ആക്കണോ തോരൻ വെക്കണം? കഴുകട്ടെ. സാധാരണ ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ട്, പക്ഷെ ഇന്ന് എൻ്റെ ഫോൺ ഡൗൺമാര് ഡിസ്പ്ലേ ഒട്ടിച്ച് ഇന്നലെ വീണ്ടും ശരിയാക്കി ഗൂഗിളിൽ നിന്ന് ഈ വർഷം ഒരു 3ാമത്തെ ഡിസ്പ്ലേ. ഇനി പൊട്ടിച്ചമിക്കാൻ ഗൂഗിൾ ഫോൺ തല്ലി പൊടിച്ചു കളയും. സ്വന്തമായിട്ട് കട ഉള്ളോണ്ടിട്ട് കുഴപ്പമില്ല. കട ഇല്ലാതെ ഞാൻ 3 ഡിസ്പ്ലേ ആയി. കാർട്ടൂൺ കാണാനായിട്ട് കൊടുക്കും. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് കാര്യം എടുത്ത് എറിയുന്നതല്ല. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ശ്രദ്ധിക്കണം. എന്താണ് ചേട്ടൻ ചേട്ടാന്ന് വിളിച്ചത്? അപ്പൊ ശരി, പിന്നെ കാണാം. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. കാണാം. കിച്ചൺ വ്ലോഗ് മാത്രം. എന്തുവാ കാശി ഇത്? അമ്മക്ക് ബിസ്ക്കറ്റ് കൊടുത്തതാ കണ്ടോ? അതൊക്കെ അങ്ങനെ വരുത്തുള്ളു. അമ്മ ആണെങ്കിൽ എന്തിനാ ഇട്ടത്? അവന് കഴിക്കാനുള്ളതെന്നാണ് അമ്മ ഒന്നോട് പറയുന്നത്. ജിപ്പിക്ക് വേണ്ട വേണ്ട വേണ്ട, ഇനി എടുക്കണ്ട. ബിസ്ക്കറ്റ് നശിപ്പിക്കാന്ന് പറയുന്നത്. അതെ, ആശമാർ എന്നോട് വെള്ളം വേണമെന്ന് പറഞ്ഞു. കാശ് പറഞ്ഞു വെള്ളം വേണമെന്ന്. അപ്പൊ ഞാൻ ബോട്ടിലിനകത്താക്കി വെള്ളം കൊടുത്തു. അടങ്ങി പോന്നാ, വിട് 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 വിട്. കത്തിയൊന്നും എടുക്കല്ലേ? ആ ഉണ്ടല്ലേ, നല്ല മൂർച്ചുള്ള കത്തിയാ. എനിക്കിതാ ഞാൻ കിട്ടിയത്. അങ്ങനെ ഞാൻ ഇമ്മത്ത് വെള്ളം എടുത്തു കൊടുത്തു. ഇപ്പൊ നോക്കിയപ്പോ കാണാം ശിവൻ മൊത്തത്തിൽ വെള്ളത്തിൽ കുളിച്ചിരിക്കുന്നു. ഒരു ദിവസം ഒരു 56 ഉടുപ്പാ മാറില്ല രണ്ടെണ്ണത്തിന്. കേട്ടാ? തരാം 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 തരാം. എനിക്ക് വൈകിയത് എന്നീ കാണിക്കുന്നേ. തരാം തരാം.
കാശിയേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അയ്യോ ഞാൻ പറഞ്ഞോ നിന്നോട് വെള്ളം എടുത്ത് ഒഴിക്കാൻ? ഞാൻ പറഞ്ഞോ? മൊത്തം തന്നെ ഇതിലുണ്ടെങ്കിൽ ഇപ്പൊ ചേട്ടൻ അങ്ങനെ എടുത്തപ്പോഴാണ് കണ്ടത്. അയ്യോ ഞാൻ വളരെ എനിക്ക് കുറേ തുണി കഴുകി തിരിപ്പുണ്ട്. ഞാൻ കുറേ ഉണ്ട്. ഇപ്പം തുണി കഴുകി ഇട്ടിട്ട് ഇനിയും ഞാൻ അലക്കാനിട്ട് ഇനിയും കുറേ കഴുകാൻ കിടക്കുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാലേ 2 ദിവസം കൊണ്ട് ഞാനെടുത്ത് വാഷിംഗ് മെഷീൻ ഇടുന്നുണ്ട്. കാശിവേൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് അലക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനെടുത്ത് വാഷിംഗ് മെഷീൻ ഇടും, പക്ഷെ അത് വർക്കാവുന്നില്ല. പിന്നെ കയ്യിൽ കഴുകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ഞാനങ്ങ് മടിക്കുകയും ചെയ്യും. അങ്ങനെ മടിച്ചിരുന്ന് അലക്കാനായിട്ട് എടുത്തിട്ടപ്പോഴത്തേനും കാണാം വാഷിംഗ് മെഷീൻ വർക്കാവുന്നില്ല എന്നല്ല കീ എന്ന് പറഞ്ഞിട്ട് കേട്ടങ്ങ് നിൽക്കുകയാണ്. അപ്പം എന്തോ സംഭവം എനിക്കറിയാൻ വയ്യ. 2 തൊട്ട് അങ്ങനെ എടുത്തിട്ട് പിന്നെ സ്വന്തം ഈ ചൂടത്തിരുന്ന് കയ്യിൽ കഴുകാന്ന് വെച്ചാൽ ഭയങ്കര മെനക്കേടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. അങ്ങനെ പൊന്നെ അങ്ങ് പോ വെയില് ഇപ്പം ഞാൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അലക്കാൻ ഇട്ടേക്കുന്നു കുറച്ച്. അപ്പം അതും കൂടെ നൂത്തിടാനായിട്ട് സ്ഥലം കിട്ടത്തില്ല. അതാ ഇവിടെ അശ ഉണ്ടായിരുന്നു. ഇവർ ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എല്ലാം വലിച്ചു പൊട്ടിച്ച് കളഞ്ഞു. ഇല്ലെങ്കിൽ അതിനകത്തൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു. സ്റ്റാൻഡ് തന്നെയാണ് ശരണം. എല്ലാം ഉണങ്ങി കാര്യം വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ അലക്കിയിട്ടിരുന്നതാ. ഇപ്പഴേ അടുത്ത് നൂത്തിരുന്നത് കിടക്കാതെ ഞാൻ അലക്കാനിട്ട്. ഇപ്പം ഈ ചൂടത്ത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലും ചൂടല്ലേ, അങ്ങനെ ആയിരിക്കാം ഒരുവിധം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ സ്മൂത്തി ആക്കാൻ എടുത്തു വെച്ചു. പക്ഷേ ഈ വാഷിംഗ് മെഷീൻ്റെ ഇവിടെ തന്നെയാണ് ഞാൻ ഇത് കുത്തല്, നമ്മുടെ മിക്സി കുത്തല്. അതുകൊണ്ടിട്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി നടക്കത്തുള്ളൂ. ശിവ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുള്ളൂ. ഇവിടെ കാണാൻ അലപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ ഇത് അലക്കാനിടും. ഈ കീ ഇട്ടിട്ട് ഞാൻ ഇത് മാറ്റി വെക്കും. പിന്നെ ഞാൻ ഗൂഗിളിൽ കൂടെയിട്ട് നോക്കിച്ചു. എനിക്കറിയാൻ വേണ്ടി ടാങ്കിനകത്തിൽ നിൽക്കുകയാണോ എന്നറിയാൻ വേണ്ടിട്ടേ. അങ്ങനെ അവൻ വന്ന് നോക്കിയപ്പോഴും ഈ കീ കേൾക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ കുറച്ച് ഡ്രസ്സ് എടുത്ത് മാറ്റിയിട്ട് കയ്യിലലക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ട് പിന്നെ എന്നാലും ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴത്തേന് അത് വർക്കായി. പിന്നെയാണ് അപ്പം മനസ്സിലായത് സംഭവം ഓവർലോഡ് ആയതുകൊണ്ടിട്ടാണ് കീ കേട്ട് നിന്നതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ കുറേശ്ശെ എടുത്തിട്ട് അതുകൊണ്ട് ഒത്തിരി ഉണ്ട് അലക്കാൻ. നമ്മുടെ മുന്നേ ഇരുന്ന വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 കിലോൻ്റെ ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 8 അല്ല, അത് 6 എന്തോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഈ ഗോകുലിൻ്റെ പാൻറ്റ് 2 ഇടുമ്പോൾ തന്നെ ഒരു 3-4 കിലോ ആകുമോ. എന്തോ ചെയ്യാനാണ്, അതിന് ഇത്രയും വെയിറ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പം ശരി. അയ്യോ, എൻ്റെ മോർണിംഗ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത്. ചില ദിവസങ്ങളിൽ ഞാൻ കുക്കിംഗ് ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാനങ്ങ് ഗൂഗിളിൻ്റെ കൂടെ കടയിലോട്ട് പോകും. ഇന്നലെ ഞാൻ കടയിൽ പോയിരുന്നു. ഇന്നെനിക്ക് മടിയായി എന്നല്ല, ഇച്ചിരി കഴിയുമ്പോൾ ഞാനങ്ങ് പോകും. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് പോകും ഫുഡൊക്കെ ആക്കിയിട്ടേ. ഇന്നലെ ഗോഗു എനിക്ക് ബിരിയാണി മേടിച്ചു തന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചു. എന്തൊരു ചൂടാ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ. ഞാൻ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അരി ഒരു വട്ടം തിളപ്പിച്ചിട്ട് ഇട്ടുന്നതാണ്, പിന്നെ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് ഊറ്റാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ അരി വെന്ത് ചൂടൊക്കെ പോയി. ഇനിയിപ്പം ഊറ്റിയ വെള്ളം മൊത്തം വറ്റി നന്നായിട്ട് പറ്റിയിരിക്കുന്ന അരി. ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതാക്കിയാൽ മതി. എന്തുവാ
കത്തിയാ, നല്ല മൂർച്ചയുള്ള കത്തി. മീൻ കട്ട് ചെയ്ത് നേരത്തെ മീൻ വാങ്ങിയത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താൽ മേടിച്ചത്. അപ്പം കട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്മൂത്തി അടിച്ച് അന്നേരമാണ് ഞാൻ അരി നോക്കിയത്. നോക്കിയപ്പോഴത്തേന് ആശാൻ വെന്ത് കിടക്കുക. ഇങ്ങോട്ട് പിന്നെ അതവിടെ ഇരിക്കട്ടെ. അരി ഊറ്റാനിട്ടിട്ടേ മീനിൻ്റെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ മീൻകറിയും കൂടെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വറുത്തെടുത്താൽ മതി. ആനന്ദിൻ്റെ കയ്യിലങ്ങ് കൊടുത്തുവിടാം. ശിവയ്ക്ക് ഉറക്കം വരുന്നുണ്ടെന്നോ, രാവിലെ എണീറ്റുകൊണ്ടായിരിക്കും ഉറക്കം വരുന്നത്. പാലെടുത്ത് ഞാൻ കൈ കൊടുത്ത് കട്ടില ഇരുത്തിയതാ, പക്ഷെ ഉറക്കം വരുന്നില്ല. പെട്ടെന്ന് ഈ പണിയങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിള്ളേരോടൊപ്പം ഇരിക്കുകയും ചെയ്യാം. മീൻകറികൾ വെച്ചാൽ മതി. നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, തുടയ്ക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയുന്നത്. രാവിലെ ഞാൻ പൊതുവേ കാണിച്ചു തരാം. ഇപ്പം മിക്ക ദിവസങ്ങളിലും സ്മൂത്തി തന്നെയാണ് കഴിക്കൽ. ഇതാക്കണ്ട, ഇത് ആപ്പിളും ബനാനയൊക്കെ ഇട്ടിട്ട് അടിച്ചാൽ. ഞാൻ നേരത്തെ തന്നെ ആപ്പിളും ബനാനയൊക്കെ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചേക്കും. അത് ഫ്രീസായതിനു ശേഷം അടിക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ക്രീമി ടെക്സ്ചർ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഷേക്കൊക്കെ കുടിക്കുന്ന ഫീലാണ്. വലിയ മധുരമൊന്നുമില്ല. മധുരം വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകുന്നേരം വരെ നമുക്ക് വിശക്കില്ല കേട്ടോ. ചിയാ സീഡൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഞാൻ വണ്ണം കുറയാതെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇതൊക്കെ അടിച്ച് കുടിച്ചിട്ട് രാത്രിയാകുമ്പോഴത്തേന് ചോറ് കഴിക്കും, ചിലപ്പം ഫ്രൈഡ് റൈസ് കഴിക്കും. എനിക്ക് എന്താണോ അന്നേരം കഴിക്കാത്തത് അതെന്നാലും ഞാൻ ഉണ്ടാക്കി കഴിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ അരി കൂട്ടിയതിന് ശേഷം എന്നാ തുടയ്ക്കൂ. അവിടെയൊക്കെ വെള്ളം കോരി വെച്ചു, അതാ പറയുന്നത്. അപ്പം ശരി, ടാറ്റ. അടുത്ത വ്ളോഗിൽ കാണാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്.